നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. കാട്ടിലെ മൃഗങ്ങൾക്ക് വിശപ്പടക്കാൻ കല്ലൂർ ബാലൻ ഓരോ ദിവസവും ശേഖരിച്ചു നൽകുന്നത് 500ഓളം കിലോ പഴം, പച്ചക്കറികൾ. സഹജീവി സ്നേഹത്തിന് മാതൃകയാവുകയാണ് ഈ കാഴ്ച. കാട്ടിലെ മൃഗങ്ങൾക്ക് വിശപ്പടക്കാൻ കല്ലൂർ ബാലൻ ഓരോ ദിവസവും ശേഖരിച്ചു നൽകുന്നത് 500ഓളം കിലോ പഴം, പച്ചക്കറികൾ എന്നിവയാണ്. ബാലേട്ടന്റെ വാഹനത്തിന്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും കുരങ്ങും മുയലും മയിലും കാട്ടുപന്നികളും കാടിറങ്ങി വരും. രാവിലെ 8 മണിയോടെ സ്വന്തം ജീപ്പിൽ പുറപ്പെടുന്ന ബാലേട്ടൻ 50 കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിച്ച് അയ്യർമല, കിണവല്ലൂർ, വഴുക്കപ്പാറ, മുണ്ടൂർ, ധോണിമല, വാളയാർ വനമേഖലകളിലെ പക്ഷി മൃഗാദികളെ അന്നമൂട്ടിയും വൃക്ഷത്തൈകൾ നട്ടും തിരിച്ചെത്തുമ്പോൾ സൂര്യൻ അസ്തമിച്ചിരിക്കും. 2000-ൽ തുടങ്ങിയതാണ് ഈ ജീവിതചര്യ. 74-ാം വയസ്സിലും അതിന് മാറ്റമില്ല. വിശക്കുന്ന ജീവിയെ തീറ്റുന്നതല്ലേ ധർമ്മം. ബുദ്ധഭഗവാൻ പറഞ്ഞിട്ടില്ലേ? കാട്ടിന്റെ ആവാസ വ്യവസ്ഥ മനുഷ്യൻ തകർത്ത് വന്യമൃഗങ്ങൾ ഭക്ഷണവും വെള്ളം കിട്ടാൻ നാട്ടിലേക്ക് ഇറങ്ങി നാട്ടിന്റെ ആവാസ വ്യവസ്ഥ തകർത്തുകൊണ്ടിരിക്കുകയാണ്. വന്യമൃഗങ്ങളുടെ വേട്ടയാടി ആനക്കൊമ്പിന് വേണ്ടി, പുലിത്തോലിന് വേണ്ടി, മാംസത്തിന് വേണ്ടി കാട് കത്തി നശിപ്പിച്ച് അങ്ങനെ മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ദുരന്ത ഫലങ്ങളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാട്ടുജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഒരു പരിധിവരെ ഭക്ഷണവും വെള്ളവും കാട്ടിൻ്റെ അടിവാരത്ത് എത്തിച്ചു കൊടുത്താൽ അവർ നാട്ടിലേക്ക് ഇറങ്ങി നാട്ടിൻ്റെ ആവാസ വ്യവസ്ഥ തകർക്കാതിരിക്കും. അതിനുവേണ്ടി വീട്ടിൽ വരുന്ന ജീവജാലങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്തതിന് ശേഷമാണ് കാട്ടുജീവികൾക്ക് കാട്ടിൻ്റെ അടിവാരത്ത് എത്തിച്ചു കൊടുക്കുന്നത്. കേടായി തുടങ്ങിയെങ്കിലും കഴിക്കാവുന്ന ആപ്പിൾ, മാതളം, ഓറഞ്ച്, പേരക്ക, വാഴപ്പഴം, തണ്ണിമത്തൻ, ചക്ക, പച്ചക്കറികൾ തുടങ്ങിയവ സൗജന്യമായാണ് പാലക്കാട് വലിയങ്ങാടി മുതൽ ഒറ്റപ്പാലം വരെയുള്ള മൊത്ത വ്യാപാരികൾ നൽകുന്നത്. പരിചയക്കാർ ജീപ്പിന് ഇന്ധനം നിറക്കാനുള്ള പണവും നൽകും. രാവിലെ മലകയറ്റവും യോഗയും കഴിഞ്ഞ് 6ഓടെ അന്നം ശേഖരിക്കാൻ ജീപ്പ് എടുത്തിറങ്ങും. തിരിച്ചെത്തി പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം കാട്ടുമൃഗങ്ങളുടെ അരികിലേക്ക്. അരക്കാട്ടിൽ വേലു ബാലകൃഷ്ണൻ നാട്ടുകാർക്ക് ബാലേട്ടനാണ്. ഭാര്യ ലീല, മക്കൾ രാജേഷ്, രതീഷ്, രജനീഷ്. സമഗ്ര ന്യൂസ്, കണ്ണൂർ.